ലോട്ടറിയെ വലിയ രീതിയിൽ വളർത്തുകയും അതിനു മുൻപ് അന്യസംസ്ഥാന ലോട്ടറി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ലോട്ടറി ടിക്കറ്റുകളുടെ വിപണനം നടക്കുകയും കാരുണ്യ സ്കീം കൊണ്ടുവന്ന് ലോട്ടറി എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആവശ്യമായ കാര്യം, ലോട്ടറി എടുക്കാത്ത ആളുകൾ പോലും ലോട്ടറി എടുക്കുന്ന സ്ഥിതിയിലേക്കും, അതുകൊണ്ട് കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഗുണഫലം അനുഭവിക്കുകയും ചെയ്തു. ഇന്നിപ്പോ എന്താണ്, കാരുണ്യ സ്കീം ഇല്ലാതായി. ലോട്ടറിയുടെ പുതിയൊരു ഭേദഗതി 2024 പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി മറ്റ് ലോട്ടറി നിരോധനമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കേരള ലോട്ടറി വിൽക്കാമെന്ന് വന്നിരിക്കുകയാണ്. അതിന്റെ അന്തിമമായ പരിണതഫലം എന്ന് പറയുന്നത് അന്യസംസ്ഥാന ലോട്ടറി കേരളത്തിലേക്ക് വരുമെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഒരു കാരണവശാൽ കേരളത്തിൽ അന്യസംസ്ഥാന ലോട്ടറി വിൽക്കാൻ UDF സമ്മതിക്കുന്ന അവസ്ഥയിൽ ഒരു കാരണവശാൽ. ഇത് പലരുമായി ചേർന്ന് ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നോട്ടിഫിക്കേഷൻ. അന്തിമമായി അന്യസംസ്ഥാന ലോട്ടറിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ പുറകിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണ് ഈ നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ അടിയന്തരമായി പിൻവലിക്കണം. മാത്രമല്ല, ഈ കേരളത്തിൽ നിന്ന് ഈ ടിക്കറ്റുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ ആവശ്യമായ ടിക്കറ്റുകൾ കിട്ടുന്നില്ല. ഇപ്പൊ 30 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത്. മാത്രമല്ല, ഇവര് ഉണ്ടാക്കിയ ഏർപ്പാട് വൻകിട ഏജന്റുമാരെ സഹായിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൻകിട ഏജന്റുമാർക്ക് സീലില്ലാതെ എത്ര വേണമെങ്കിലും എടുക്കാനും എത്ര വേണമെങ്കിലും വിൽക്കാനുള്ള അനുവാദമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഡയറക്ടർക്കുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ താഴെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കും. മാത്രമല്ല, നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ലോട്ടറിയുടെ സമ്മാന ഘടന പരിഷ്കരിക്കണം. സമ്മാന ഘടന ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് 3% താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് സമ്മാനം കിട്ടുന്നത്. അതൊരു 10% വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മാന ഘടന പരിഷ്കരിച്ചാൽ മാത്രമാണ് ലോട്ടറിയെ നമുക്ക് ജനകീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ ഭവന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംഘടന ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ്. ജീവനക്കാർക്ക് ജാഥയുടെ ഒരു ആവശ്യമായിരുന്നു. അതൊക്കെ നടക്കട്ടെ, അതെല്ലാം നല്ല കാര്യം. പക്ഷേ ഇവർ ഈ ലോട്ടറിയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അധിക സമയമൊന്നുമില്ലെന്ന് തീരാറായി ഈ സർക്കാരിന്റെ സമയം. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ സ്കീം നമ്മൾ നടപ്പാക്കും. കാരുണ്യ ലോട്ടറി. 2, നമ്മളിതിന്റെ സമ്മാന ഘടന നമ്മൾ പരിഷ്കരിക്കും. സമ്മാന ഘടന ഒരു 10% വരെ സമ്മാനം കിട്ടുന്ന തരത്തിൽ സമ്മാന ഘടന പൂർണ്ണമായി പരിഷ്കരിക്കും. 3, ലോട്ടറി സെല്ലേഴ്സിന്റെയും ഏജന്റുമാരുടെയും സുരക്ഷിതത്വം, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ നടപടികൾ, ക്ഷേമ പരിപാടികൾ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. കേരളത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു മുഖ്യമായ പരിഗണന ഈ വിഭാഗത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് UDF ഗവൺമെന്റ് നൽകുക തന്നെ ചെയ്യും.